പക്ഷേ പകുതി എട്ടിയതിന് ശേഷം പിന്നീട് നോക്കിയപ്പോൾ ആ എട്ടിയതിൻ്റെ യാതൊരു പൊടി പോലും ഇല്ല. അപ്പോൾ ഫുള്ളും പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ പിന്നെയും റീ എഡിറ്റ് ചെയ്യേണ്ടി വരുവാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളുടെ കാൽക്കുലേഷനൊക്കെ തെറ്റി. പിന്നെ അറിയാമല്ലോ കുഞ്ഞാവ ഉള്ളത് കൊണ്ട് അവൻ്റെ കാര്യം നോക്കണം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇതൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ടാണ് എനിക്ക് എഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റാത്തത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ പ്രെയർ റിക്വസ്റ്റ് അയച്ച ഒത്തിരി പേരുണ്ട്. എനിക്കറിയാം റിപ്ലൈ കുറച്ച് ഡിലേ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കറണ്ട്ലി നോക്കുന്നത് ജൂലൈ 3 വരെ ആയിട്ടുള്ളൂ. കാരണം ഒരു ദിവസം തന്നെ ഒരുപാട് മെസ്സേജസ് റിക്വസ്റ്റ് മെയിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്ത് അവർക്ക് എല്ലാവർക്കും വചനം കൊടുത്ത് വരാൻ കുറച്ചധികം ടൈം എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് റിപ്ലൈസ് ലേറ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം ടൈം എടുത്തിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ സാഹചര്യങ്ങൾ അറിയാലോ, വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞാവയുടെ കാര്യങ്ങളും നമുക്ക് ഹസ്ബൻഡ് കാര്യങ്ങളും ഒക്കെ നോക്കാനുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ പോസ്റ്റിങ്ങും അതുപോലെ റിപ്ലൈസ് ഒക്കെ ഞാൻ തരുന്നത്. ഹലോ ഗൈസ്, എന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് നിങ്ങളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഞാൻ കുറച്ച് നാളായി വീഡിയോസ് ഇട്ടിട്ട് ഒരു 2 ആഴ്ച കൂടുതലായി. മനഃപൂർവ്വമല്ല, കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഒരു ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിക്കാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതായത് ഞാനൊരു 2 ആഴ്ച കൂടുതലായി വീഡിയോസ് ഇട്ടിട്ട് മനഃപൂർവ്വമല്ല, കുറച്ചധികം കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞ പോലെ തിരക്കിലായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊണിക്കൽ ട്രിപ്പിൻ്റെ Day 1 ആയിരുന്നു. അതിൻ്റെ Day 2 പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം കാര്യമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഏകദേശം 30 മിനിറ്റുള്ള വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ എഡിറ്റിംഗ് തുടങ്ങിയിട്ട് 2 ആഴ്ചയോളമായി. പക്ഷേ പകുതി എഡിറ്റിയതിന് ശേഷം പിന്നീട് നോക്കിയപ്പോൾ ആ എഡിറ്റിയതിൻ്റെ യാതൊരു പൊടി പോലും ഇല്ല. അപ്പോൾ ഫുള്ളും പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ പിന്നെയും റീ എഡിറ്റ് ചെയ്യേണ്ടി വരുവാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളുടെ കാൽക്കുലേഷനൊക്കെ തെറ്റി. പിന്നെ അറിയാമല്ലോ കുഞ്ഞാവ ഉള്ളത് കൊണ്ട് അവൻ്റെ കാര്യം നോക്കണം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇതൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ടാണ് എനിക്ക് എഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റാത്തത്. ഞാൻ ഡെയിലി ടാസ്ക് ബുക്കിൽ എഴുതി വെക്കാറുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എഡിറ്റിംഗ് തീരുന്നില്ല. കാരണം സാധാരണ ഒരു വീഡിയോ അല്ല, അതൊരു വ്ളോഗാണ്. അപ്പോൾ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ചധികം കാര്യങ്ങൾ എഫേർട്ട് ഇടാനുണ്ട്. കാരണം മ്യൂസിക്സ് ആഡ് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്ത് മ്യൂസിക് ആഡ് ചെയ്യണം, കോപ്പിറൈറ്റ് ഇല്ലാതെ കിട്ടണം. അത് മാത്രമല്ല വോയിസ് ഓവർ കുറേ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ വോയിസ് ഓവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാവേനെ ഉറങ്ങുമ്പോഴൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവൻ മിക്കപ്പോഴും എഴുന്നേക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ കുറച്ചധികം എഫേർട്ട് എടുത്തുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി കുറച്ചും കൂടെ മിനുക്കുപണികളുണ്ട്, വോയിസ് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, കുറച്ചുകൂടെ മ്യൂസിക്സ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വിചാരിച്ച ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ വരുമെന്ന്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അതെനിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ നിങ്ങളോട് എന്നും പറഞ്ഞിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിന് കുറച്ച് നാളെ ഇടാതിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ. ഞാൻ എഡിറ്റ് ചെയ്ത സംഭവം കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ അത് പിന്നെയും റീ എഡിറ്റ് ചെയ്ത് പിന്നെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം ആയതുകൊണ്ടാണ് ഇത്രയും ഡിലേ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ സാഹചര്യം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ തീർന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു 30 മിനിറ്റുള്ള വീഡിയോ ആണ്. അത് കാണുന്നത് എന്തായാലും വേർത്ത് ആയിരിക്കും. കാരണം ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്, ഒരുപാട് നല്ല വ്യൂസ് ഉണ്ട്, നല്ല സീനറി ഉണ്ട്. അപ്പോൾ ഒക്കെ ഉള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും സ്റ്റേ ട്യൂൺ. കാരണം ഒന്നുകിൽ നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. മാക്സിമം ഞാൻ എഫേർട്ട് ഇടും തീർക്കാൻ വേണ്ടിയിട്ട്. കുറച്ചധികം ടൈമുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ചുകൂടെ സ്പീഡിലൊക്കെ ചെയ്തിട്ട് എങ്ങനെയൊക്കെ തീർക്കാം. പക്ഷേ ഇതൊരു 30 മിനിറ്റുള്ള വീഡിയോ ആണ്. അത് എത്ര കട്ട് ഷോട്ട് ചെയ്താലും ഒരു 25 മിനിറ്റ്സ് അടുത്ത് വരുന്നുണ്ട്. കാരണം നമുക്കത് കുറച്ച് കളയാനായിട്ട് ഒന്നുമില്ല. കാരണം അത്രയും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ലെങ്തിയർ ആയിട്ടുള്ളൊരു വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഡിലേ വരുന്നത് നമ്മളുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുവാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ പ്രെയർ റിക്വസ്റ്റ് അയച്ച ഒത്തിരി പേരുണ്ട്. എനിക്കറിയാം റിപ്ലൈ കുറച്ച് ഡിലേ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കറണ്ട്ലി നോക്കുന്നത് ജൂലൈ 3 വരെ ആയിട്ടുള്ളൂ. കാരണം ഒരു ദിവസം തന്നെ ഒരുപാട് മെസ്സേജസ് റിക്വസ്റ്റ് മെയിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്ത് അവർക്ക് എല്ലാവർക്കും വചനം കൊടുത്ത് വരാൻ കുറച്ചധികം ടൈം എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് റിപ്ലൈസ് ലേറ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം ടൈം എടുത്തിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ സാഹചര്യങ്ങൾ അറിയാലോ,
അറിയാലോ, വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞാവയുടെ കാര്യങ്ങളും നമുക്ക് ഹസ്ബൻഡ് കാര്യങ്ങളും ഒക്കെ നോക്കാനുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ പോസ്റ്റിങ്ങും അതുപോലെ റിപ്ലൈസ് ഒക്കെ ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് എന്നോട്, കാരണം സമയം എടുക്കും റിപ്ലൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്ന ഒരുപാട് പേരുണ്ട് മെസ്സേജസ്, എനിക്ക് നോക്കാനേ പറ്റുന്നില്ല ഇൻസ്റ്റാഗ്രാം, കാരണം അതുപോലെ മെസ്സേജ് റിക്വസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുവാണ്, പ്രേയർ റിക്വസ്റ്റ് ഉള്ളവർ മാക്സിമം മെയിൽ അയച്ചാൽ മതി. എനിക്ക് ഞാൻ മെയിൽ ഐ ഡി ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ മെയിൽ അയച്ചാൽ മതി. പക്ഷേ റിപ്ലൈ ഉടനെ പ്രതീക്ഷിക്കരുത്, കുറച്ച് ടൈം എടുക്കുമായിരിക്കും. കാരണം ഈ പറയുന്ന പോലെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് കൊണ്ടാണ്. പിന്നെ വാട്സപ്പിൽ മെസ്സേജസ് വരുന്നുണ്ട്, അപ്പോൾ എല്ലാം മാനേജ് ചെയ്ത് പോകുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് റിപ്ലൈ ലേറ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോസ് എന്തായാലും വരും. നാളെ മാക്സിമം ഞാൻ എഫേർട്ട് എടുത്തിട്ട് തന്നെ എങ്ങനെയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് നാളെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സ്റ്റേ ട്യൂൺ, നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യണം, കാരണം അതുപോലെ കാണാനുള്ളൊരു അടിപൊളി വ്ളോഗായിരിക്കും. എന്തായാലും വേർത്ത് ആയിരിക്കും വാച്ച് ചെയ്യുന്നത്, കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നോടൊന്നും വിചാരിക്കരുത്, ഞാൻ കുറച്ച് നാളായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലും ഇടുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് വീഡിയോ ലോങ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ എനിക്ക് തന്നെ ഭയങ്കര റിഗ്രറ്റ് അടിക്കും. അയ്യോ ചെയ്തിട്ടില്ലല്ലോ, ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്ക് പറ്റുന്നില്ല. ഒരുപാട് ഞാൻ സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് ഫ്ലോപ്പായി പോവുകയാണ്. കാരണം വാവ കുറച്ചും കൂടെ ഇപ്പോൾ ക്രാങ്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് താഴത്തും കൂടെ പല എക്സ്ട്രാ വരുന്നുണ്ട്, മേളിലും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവനും ഉണ്ട്. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ സമയത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങ് നീങ്ങി പോവുകയാണ്. പിന്നെ എക്സ്ട്രാ സമയം കണ്ടെത്തണം, ഒന്നെങ്കിൽ എൻ്റെ ഉറക്കം ഒന്ന് കുറയ്ക്കണം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഉറക്കം കുറച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് അവൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ട് ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ അവൻ എഴുന്നേറ്റ് കരയും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ എഡിറ്റിംഗ് ചെയ്യാനേ പറ്റുന്നില്ല. പിന്നെ ഞാനും കുറച്ച് നാളായിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു. കാരണം എനിക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോസ് ഇട്ട് തരുന്നതാണ് എനിക്കും ആഗ്രഹം. അപ്പോൾ അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആവും. കാരണം എൻ്റെ എനർജി ലെവൽ ഭയങ്കരമായിട്ട് താഴ്ന്നു പോകുന്ന പോലെ തോന്നും. കാരണം അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടം എനിക്കും ഉണ്ട്, ആഗ്രഹമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈ പറയുന്ന പോലെ 24 hours എനിക്ക് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ടാസ്ക് ചെയ്യാനുള്ളത് കൊണ്ടാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത്. പക്ഷേ ഞാൻ പറയുവാണ്, എന്തായാലും നാളെ മാക്സിമം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യണം, കാരണം അടിപൊളി വ്ളോഗായിരിക്കും. സ്റ്റേ ട്യൂൺ. അപ്പോൾ അതായിരുന്നു വീട്ടിലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽ കണ്ട് ബെല്ലൈക്കൻ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് സന്നു സൈനിങ് ഓഫ്.